ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഊത്തപ്പത്തിൻ്റെ പല വെറൈറ്റി ഉണ്ട്, പക്ഷെ നമ്മളിന്നിവിടെ കാണിക്കുന്നത് സാധാരണ രീതിയിൽ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ നോക്കാം. ഊത്തപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 2.5 കപ്പോളം ദോശമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദോശമാവിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുൻപ് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയുടെ റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ മാവ് വെച്ചിട്ട് ആ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ആ മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഊത്തപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ആദ്യം നമ്മളിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 സവാള ഇതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില വേണം, മല്ലിയിലയും ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. അതായത് തക്കാളി എടുക്കാം, അതുപോലെ തന്നെ ക്യാബേജ്, ക്യാപ്സിക്കം അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. പിന്നെ ഈ ഊത്തപ്പത്തിൽ ഈ വെജിറ്റബിൾസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വെറും സവാള വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓണിയൻ ഊത്തപ്പം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതിലെല്ലാത്തിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടണം, ആ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ദോശമാവിലും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തവ അടുപ്പത്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മാവ് നമ്മൾ അധികം പരത്തേണ്ട ആവശ്യമില്ല, ദോശയ്ക്കൊക്കെ പരത്തണ മാതിരി ഒരുപാട് വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള മിക്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ സാമ്പാർ പൊടി, ഇഡ്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെയും സൈഡിലൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾ മറച്ചിടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മേലെ നിന്ന് ഇളകി വരും. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 1-2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വെന്ത് കിട്ടണം, അപ്പോൾ അതുവരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമുക്കത് ഏകദേശം ഒരു 7-8 വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ, നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്നും ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഊത്തപ്പം ഉണ്ടാക്കി കഴിക്കാം. ഇനി നമുക്കത് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്